Illustration 19. The following is the trial balance sent by Trichur branch to Ernakulam head office as on 31st December 2014. Stock at branch on 1st January 2014, 12,000. Goods received from head office 24,000. Purchases 60,000. Cash in hand 3,000. Cash at bank 4,000. Sales 1,10,000. Commission received 2,000. Bank interest 200. Wages 4,000. Salary 6,000. Rent 2,000. Furniture 6,000. Debtors 20,000. Creditors 15,000. Sales returns 3,000. Bills receivable 6,000. Head office account 22,800. The branch account in head office book shows a debit balance of 22,800. The stock at branch on 31st December is valued at 18,000. Wages outstanding are 500. Furniture requires a depreciation at 10%. Give journal entries to incorporate the branch trial balance. Prepare branch trading and profit and loss account, and also show the branch account in head office books. Give journal entries in head office account in the branch book so as to close their books. അപ്പോൾ journal entries എഴുതണം. അതുപോലെ തന്നെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് അക്കൗണ്ട്സും ഹെഡ് ഓഫീസ് ബുക്കും എൻ്റർ ചെയ്യണം. പിന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ടും ജേർണൽ എൻട്രീസും അത് ബ്രാഞ്ചിൻ്റെ ബുക്കിലും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും എഴുതണം. ഇത്രയും കാര്യങ്ങൾ, അതായത് എല്ലാ ട്രാൻസാക്ഷനും വേണം. ഇൻകോർപ്പറേഷൻ്റെ ഫുൾ സെറ്റാണ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം. ആദ്യത്തെ കാര്യം പറഞ്ഞെങ്കിൽ ഗീവ് ജേർണൽ എൻട്രീസ് ടു ഇൻകോർപ്പറേറ്റ് ദ ബ്രാഞ്ച് ട്രയൽ ബാലൻസ്, പ്രിപ്പയർ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ഷോ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഉള്ള കാര്യങ്ങളാണ്. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ്, ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട്, ഇത്തരം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ജേർണൽ എൻട്രീസും എഴുതണം. ഫസ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് തുടങ്ങാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, പർച്ചേസസ്. പിന്നെ മറ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ ആദ്യത്തെ 3 ഐറ്റംസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസാണ്. സെയിൽസും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. കമ്മീഷൻ റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ബാങ്ക് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് രണ്ടും പക്ഷേ ഇൻകം ആണെന്ന് മാത്രം. പിന്നെ വേജസ് ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നതാണ്. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫർണിച്ചർ ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്, ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്, ക്രെഡിറ്റേഴ്സും ബാലൻസ് ഷീറ്റ്. സെയിൽസ് റിട്ടേൺ, സെയിൽസ് കുറച്ച് കാണിക്കേണ്ടതാണ്. ബിൽസ് റിസീവബിൾ ബാലൻസ് ഷീറ്റ് ഐറ്റം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് 18,000 ഉണ്ട്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 500 റുപ്പീസ് ഉണ്ട്. അത് വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഫർണിച്ചർ റിക്വയർസ് ഡിപ്രീസിയേഷൻ ആയിട്ട് 10%. ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ട്, 10% കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ്. ആ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ടതുമാണ്. ഇതിനെ എൻട്രിയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം നമ്മൾ എൻട്രീസ് പഠിച്ചപ്പം ഞാൻ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി നമ്മൾ എഴുതണം. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ, 2 ഓപ്പണിംഗ് സ്റ്റോക്ക്, 2 പർച്ചേസസ് അല്ലെങ്കിൽ 2 ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, 2 ഡയറക്റ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിന് പകരം എന്ത് എഴുതണം? 2 തൃച്ചൂർ ബ്രാഞ്ച് അക്കൗണ്ട്, തൃച്ചൂർ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 2 തൃച്ചൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അതിൻ്റെ നരേഷൻ എഴുതിയിട്ടുണ്ട്. ബീങ് ഇൻകോർപ്പറേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, വേജസ്. സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താ എഴുതുന്നത്? 2 ഓപ്പണിംഗ് സ്റ്റോക്ക്, 2 പർച്ചേസസ്, 2 ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, 2 വേജസ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതുന്നത്. പക്ഷേ അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്തതിൻ്റെ കാര്യമില്ല. അതിന് പകരം തൃച്ചൂർ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ് ടു തൃച്ചൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് മാത്രം എഴുതിയാൽ മതി. ഇതിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000 തന്നിരിക്കുന്നത് തന്നെ. പർച്ചേസസ് 60,000. പർച്ചേസസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസും തന്നിട്ടുണ്ട്. അതുപോലെ വേജസ് 4,000 ആണ് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. പക്ഷേ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 500, അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് 4,500 കിട്ടിയത്. പിന്നെ അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് കഴിഞ്ഞു.
ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? സെയിൽസ് വരും, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും വരും. സെയിൽസ് 1,10,000 ആണെങ്കിലും സെയിൽസ് റിട്ടേൺസും കൂടെ ഉണ്ട്. നെറ്റ് എമൗണ്ട് മാത്രം എഴുതാവുള്ളൂ. ബൈ സെയിൽസ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് വരേണ്ടത്. അപ്പോൾ എൻട്രി വരേണ്ടത് എങ്ങനെയാണ്? തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും സെപ്പറേറ്റ് കാണിക്കത്തില്ല. അതിന് പകരം തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു തൃശ്ശൂർ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ എമൗണ്ട് എഴുതി. ഇത്രയും കഴിഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കാം. അപ്പം സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെയാണ് നമുക്ക് ഇൻകം ആയിട്ടുള്ളത്. ഇൻകം ആയിട്ട് 1,25,000 ഉണ്ട്. എക്സ്പെൻസ് ആയിട്ട് 1,05,000 ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റാണ് വരുന്നത്. ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവുമല്ലേ, പ്രോഫിറ്റാണ് വരുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 24,500. അപ്പം പ്രോഫിറ്റ് വരുമ്പോൾ എങ്ങനെയാണ്? 2 ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് വരുന്നത്. അപ്പം നമ്മൾ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ വരും? തൃശ്ശൂർ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ആ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? തൃശ്ശൂർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി വരുമ്പോൾ തൃശ്ശൂർ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, നെറ്റ് പ്രോഫിറ്റിന് പകരം തൃശ്ശൂർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാൻ എഴുതാൻ 24,500. ദെൻ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഇതിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് രണ്ടും വരികയില്ല. ബാക്കിയൊക്കെ എഴുതിയായിരുന്നു. സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ് ബാങ്ക് ഇൻട്രസ്റ്റ്, അത് രണ്ടും ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് വരുന്ന ബൈ കമ്മീഷൻ ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്പം അതിന് പകരം ആ പേരിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വേണം എഴുതാൻ. തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു തൃശ്ശൂർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം എഴുതാൻ. കാരണം ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എൻട്രി ആയതുകൊണ്ട്. തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു തൃശ്ശൂർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്മീഷൻ റിസീവ്ഡ് 2,000 ആൻഡ് ഇൻട്രസ്റ്റ് 200 എഴുതി. അതിനുശേഷം നമുക്ക് ഡെബിറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ ബാങ്ക് ഇൻട്രസ്റ്റ് വരെ പറഞ്ഞു. വേജസ് നമ്മൾ എഴുതിയിരുന്നു. ആൻഡ് സാലറീസ്, റെൻറ്റ്, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് വരില്ല. ബിൽസ് റിസീവബിൾ, സെയിൽസ് റിട്ടേൺ നമ്മൾ എഴുതിയായിരുന്നു. ഇത്രയേ ഉള്ളൂ, വേറൊന്നും വരില്ല. അപ്പം 2 സാലറീസ്, 2 റെൻറ്റ്, 2 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ എൻട്രി എങ്ങനെ വരണം? തൃശ്ശൂർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അതിന് സാലറി 6,000, റെൻറ്റ് 2,000, ഡിപ്രീസിയേഷൻ 6,000ൻ്റെ, അതായത് ഫർണിച്ചറിൻ്റെ 6,000ൻ്റെ 10% ആയ 600 ആ എമൗണ്ടും എഴുതും. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് വരുമ്പം നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 24,500 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ഇൻകം ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 24,500 പ്ലസ് 22,200 26,700 ഉണ്ട്. എക്സ്പെൻസ് ആയിട്ട് 8,600 ഉള്ളൂ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പം എക്സ്പെൻസ് കുറവും ഇൻകം കൂടുതലുമാണ് വരുന്നത്. അപ്പം നെറ്റ് പ്രോഫിറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് എന്നും പറഞ്ഞാണ് വരേണ്ടത്. അപ്പം നമ്മൾ സാധാരണ എഴുതുമ്പോൾ തൃശ്ശൂർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നെറ്റ് പ്രോഫിറ്റിന് പകരം എന്തെവിടെ എഴുതണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആ എമൗണ്ട് എഴുതി 18,100 കിട്ടും. അതിനുശേഷം നമ്മുടെ അസറ്റല്ല, എക്സ്പെൻസും റവന്യൂ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അസറ്റും ലയബിലിറ്റീസും ക്ലോസ് ചെയ്യണം. ഇവിടെ അസറ്റ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ തന്നെ
ഡെപ്റ്റേഴ്സ് ഫർണിച്ചർ 6,000 നിന്ന് 600 rupees ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ളത് വേണം എടുക്കാൻ. ബിൽസ് റിസീവബിൾ, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങൾ. ഇതെല്ലാം അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഫർണിച്ചർ. കണ്ടോ, ഫർണിച്ചറിൻ്റെ എമൗണ്ട് 6,000 നിന്ന് 600 കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എഴുതിയിരിക്കുന്നത്. അപ്പോൾ അസറ്റ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്തു. ടു തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. ടോട്ടൽ എമൗണ്ട് എഴുതി. പിന്നെ ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സും വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഉണ്ട്. ലയബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസ് ആയത് കാരണം തൃശ്ശൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ്. ഇത്രയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്.